മുല്ലമ്പറമ്പത്താവ് ഗ്രൗണ്ടിൽ സരസമേള തുടങ്ങിയിട്ടുണ്ട്. സരസമേളയിൽ ഫുഡ് കോർട്ടിൽ അട്ടപ്പാടിയുടെ വനസുന്ദരി ഉണ്ട്. വനസുന്ദരി അടിപൊളിയാണെന്ന് എല്ലാവരും റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നു. വേവിച്ച ചിക്കൻ ഉടച്ചിട്ട് അത് ഈ കല്ലിൻ്റെ മുകളിലിട്ട് അതിൻ്റെ മുകളിൽ ഇവർ ജീരകം, കാട്ടുജീരകം എന്നാണ് പറയുന്നത്. കാട്ടുജീരകം വേറെന്തോ മസാല ചേർത്തിട്ട്, അതായത് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ എണ്ണയും മുളകൊന്നും അതിൽ ഉപയോഗിക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഈ കാട്ടുജീരകം എന്തോ ഒരു മസാലക്കൂട്ട് പറഞ്ഞ ചേച്ചി, അതാണ് അതിൻ്റെ മുകളിൽ കലക്കി ഒഴിക്കുന്നത്. അത് വെച്ചിട്ട് കുത്തി 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 എടുക്കുന്നത്. എണ്ണ തീരെ ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു പ്ലേറ്റിൽ 2 ദോശയും അവരൊരു ചമ്മന്തിയും കൂടിയിട്ട് തരും. കുറച്ച് സലാഡും ഉണ്ടാവും. അതാണ് വനസുന്ദരി. ഇതിന് സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് പറയുന്നത്. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം. ഒരെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളൂ. ഈ സാധനം അവരുടെ പച്ചമരുന്ന് ചേർത്തിട്ടുള്ളതാണെന്നാണല്ലോ പറയുന്നത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇതിൽ എണ്ണയും മസാലയും നമ്മുടെ അവിടുത്തെ മസാലയൊന്നും ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ അട്ടപ്പാടിയിലെ ചേച്ചിമാരുടെയാണ് അവർ സംസാരമൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് നോക്കി സാമ്പിൾ അടിച്ചിട്ട് വാങ്ങിക്കാനും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ചിലപ്പോൾ നമുക്കതിൻ്റെ നമ്മൾ ഈ എണ്ണയും മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. സാധനം തുറന്നപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് വായിൽ വെച്ചെടുത്തു മോനെ. അപ്പോൾ അവ അയ്യേ തൊട്ടു. പിന്നെ ചിക്കനാണ് കഴിച്ചോക്കട അതൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ എത്തി വന്നു. പിന്നെ കഴിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എനിക്കതിൻ്റെ ജീരകത്തിന് ഭയങ്കര കുത്തുണ്ട്. എനിക്ക് അത്ര ഉണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ടേസ്റ്റിയാണ് കേട്ടോ. ആ ജീരകത്തിൻ്റെ ഒരു കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെ ദോശയുണ്ട്, സലാഡുണ്ട്, കൂടെ ഒരു ചമ്മന്തി ഉണ്ട്. ചമ്മന്തി നല്ല രസമുണ്ട് കഴിക്കാൻ. പ്ലേറ്റ് എടുത്ത് തന്നാല കുഞ്ഞാ ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? അങ്ങോട്ട് സലാഡും ദോശയാണ് തന്നത്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, മഞ്ഞ ചമ്മന്തി. വേറെ ജീരകമാണ്, ഒരു കാട്ടുജീരകം എന്നാ അവർ പറയുന്നത്. വെറൈറ്റി ജീരക. ചമ്മന്തിയോ? ചമ്മന്തി കൂട്ടി വെച്ചു. മസാല ഉള്ള ചിക്കനൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇത് ആദ്യം കഴിക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നി. പിന്നെ കഴിക്കും തോറും അത് ഇഷ്ടപ്പെട്ടു. ആ രുചി നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് ഹെൽത്തിയും കൂടിയില്ലേ. എന്തായാലും സൂപ്പർ സാധനം തന്നെ. ഫുഡ് കുറേ ഉണ്ടെങ്കിലും ഫുഡ് കോർട്ടിൽ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. മറ്റേ ഹൈദരാബാദും ബിരിയാണിയും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വെറൈറ്റി ഫുഡുകൾ തേടിയിട്ടാണ് ഞാൻ പോയത്. അതിലൊന്നും പറ്റിയതാണ് ഈ സാധനം. കഫേ തൃത്താലയുടെ പഞ്ചനക്ഷത്ര പ്രഥമൻ എന്ന് പറയുന്നത്. ഇത് പല ഫ്രൂട്ട്സുകളും പച്ചക്കറിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ റേറ്റ് ചോദിച്ചപ്പോൾ അവൻ 80 രൂപ ഒരു ഗ്ലാസ്സിന് എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ്സിന് 80 രൂപ എന്ന് പറഞ്ഞു. ഒന്ന് എടുത്തോ, ഒരു വെറൈറ്റി അല്ലേ, കഴിച്ചു നോക്കാം. പിന്നെ ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ 80 രൂപയുടെ ടോക്കനൊക്കെ കൊടുത്തു. ഒരു ഗ്ലാസ് പായസം തരാൻ പറഞ്ഞു. അപ്പോഴാണ് അവനെ നോക്കുന്നത്. പായസവും ഗ്ലാസ്സെല്ലാം കൊണ്ടു വെച്ചു. പക്ഷെ അത് കോരി ഒഴിക്കാനുള്ള തവി അല്ലെങ്കിൽ സ്പൂൺ അതിലില്ല. അപ്പോൾ അതെടുക്കാൻ ഓടിയാൽ സാധനം ഡിസ്പോസിബിൾ ഗ്ലാസ് എന്നല്ല, സ്റ്റീൽ ഗ്ലാസ്സിലാണ് തരുന്നത്. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് നിറച്ചൊന്നുമില്ല. സ്റ്റീൽ ഗ്ലാസ് ആയാലും കുറച്ച് അധികം ഉണ്ടാവില്ല. ഡിസ്പോസിബിൾ ആണെങ്കിൽ ചെറുതല്ലേ തരാറ് പായസത്തിൽ. കുറിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ 80 രൂപയ്ക്കുള്ള ഐറ്റം ഉണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷേ സാധനം ജോറ് ഉഷാർ സാധനമാണ്. അങ്ങനെ വ്യത്യസ്ത ഫ്രൂട്ട്സ് ഉള്ള തന്നെ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിലുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. സാധനം സൂപ്പറാണ്, കുഴപ്പമില്ല. ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ഫുഡ് ബ്ലോഗറൊന്നുമല്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മാത്രം. സരസമേളയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക.